നിങ്ങൾ ടെലിവിഷനുകളുടെ പറ്റിയുള്ള റിവ്യൂകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ കുറേ HDMI പോർട്ടുണ്ട്, USB പോർട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം, എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാം. ഈ കാണുന്നത് വീഡിയോ പോർട്ടുകളാണ്. അത് പഴയ ടെലിവിഷനിൽ അധികം ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അത് അധികം ഉപയോഗിച്ചൊന്നും വരില്ല. ഇതിൽ ഏറ്റവും ആദ്യം കാണുന്നത് വീഡിയോ ഔട്ടാണ്, മഞ്ഞ കളറിൽ കാണാം. പിന്നെ കോമ്പണൻറ്റ് വീഡിയോ ഇൻപുട്ട് കാണാം. അത് ആ സെറ്റ് കേബിളിന് YB PB PR ഇൻ എന്ന് എഴുതി കാണാം. അതാണ് ആ 3 കോമ്പണൻറ്റ്സ് പോകുന്നതാണ്. 3 പിന്നുകൾ കാണാം. അത് അതിൻ്റെ ഇൻപുട്ട് സോക്കറ്റുകളാണ്. പിന്നെ അടുത്തത് വേറൊരു പഴയ ഇതാണ്, ഓഡിയോ വിഷ്വൽ AV കേബിൾ ഉണ്ടാവും. അതിൽ ഒരു വീഡിയോ ചാനലും ഉണ്ടാവും, പിന്നെ 2 ഓഡിയോ ചാനൽ, റൈറ്റ് ലെഫ്റ്റ് സ്റ്റീരിയോ ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് പിന്നെ കാണുന്നത്. വീഡിയോ ഇൻ RL AV എന്ന് എഴുതി കാണാം അവിടെ. പിന്നെ ഏറ്റവും വലത്തെ അറ്റത്ത് കാണുന്നത് USB പോർട്ടുകളാണ്. 2 USB പോർട്ടുണ്ട്. USB എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സീരിയൽ ബസ്. അത് നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള പോർട്ട് തന്നെയാണ്. ഇത് ലെഗസി ടൈപ്പ് A പോർട്ട് എന്ന് പറയും. അതിൻ്റെ സോക്കറ്റാണ് ആ കാണുന്നത്. പ്ലഗ് അതിലേക്ക് കയറുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചാർജർ കേബിളിൻ്റെ തലക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും USB പ്ലഗുകൾ. ഇത് വേറൊരു സെറ്റ് പോർട്ടുകളാണ്. അതിൻ്റെ 2 ആംഗിളിൽ നിന്നുള്ള വ്യൂകളാണ് കാണുന്നത്. പേരുകൾ കൃത്യമായിട്ട് എഴുതി കാണുന്നത് താഴത്തെ ഇമേജിലാണ്. മുകളിൽ അതിൻ്റെ ശരിക്കും ആ സോക്കറ്റുകൾ ശരിക്കും കാണാൻ പറ്റും. ആദ്യത്തെ ഇയർഫോൺ സോക്കറ്റാണ്. പിന്നെ 4 HDMI ആണ്, അതായത് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇപ്പം മിക്കവാറും എല്ലാ ലാപ്ടോപ്പിൽ നിന്നും സാധാരണ ഡെസ്ക്ടോപ്പിൽ നിന്നൊക്കെ വേറൊരു മോണിറ്റർ കണക്ട് ചെയ്യണേ അതിന് ഉപയോഗിക്കുന്നത് HDMI കേബിളാണ്. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ സെറ്റ് ടോപ്പ് ബോക്സ് ഉണ്ടാവുമല്ലോ കേബിൾ TVയുടെ, ആ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് ടെലിവിഷനിലേക്ക് കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക. ഈ ഒന്നിൽ കൂടുതലുള്ളത് വേറെ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് പഴയ ടെലിവിഷൻ സ്മാർട്ട് TV ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡോങ്കിൾ കിട്ടും, സ്മാർട്ട് TV അഡാപ്റ്റർ ഡോങ്കിൾ കിട്ടും. സർവീസ് പ്രൊവൈഡറിൽ നിന്ന് കിട്ടും, അല്ലാതെയും കിട്ടും. അപ്പോൾ ആ ഡോങ്കിൾ കണക്ട് ചെയ്യണമെങ്കിൽ വേറൊരു HDMI പോർട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ടെലിവിഷൻ ഓണായി കഴിഞ്ഞാൽ അതിലെ സെറ്റിങ്സിൽ പോയിട്ട് ഏത് പോർട്ടിൽ നിന്നുള്ള സിഗ്നലാണ് ചൂസ് ചെയ്യാൻ പറ്റും. HDMI വേണോ, 1 വേണോ, 2 വേണോ എന്ന്. അതായത് ഇപ്പോൾ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് 1ലേക്ക് കൊടുത്തു, മറ്റേ ഡോങ്കിളിൽ നിന്ന്, അതായത് വൈഫൈ വഴി TVയിലേക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, യൂട്യൂബ് TVയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് 2ാമത്തെ പോർട്ടിൽ കണക്ട് ചെയ്യാം, HDMI 2. അതുപോലെ മറ്റ് ഡിവൈസുകൾ HDMI കമ്പാറ്റബിൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ബാക്കി പോർട്ടുകളിലേക്ക് ഉപയോഗിക്കാം. പിന്നെ ആ നീല കാണുന്നത് VG ആണ്, പണ്ടത്തെ വിഷ്വൽ ഗ്രാഫിക്സ് അഡാപ്റ്റർ. അത് പഴയതാണ്, ഇപ്പോൾ അത് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ PC ഓഡിയോ, മിനി AV ഔട്ട്പുട്ട് ഒക്കെ കാണാനുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തത് നമ്മുടെ പണ്ടത്തെ TV ആൻറ്റന കണക്ട് ചെയ്തിരുന്ന സോക്കറ്റാണ്, RF ഇൻ, റേഡിയോ ഫ്രീക്വൻസി ഇൻ എന്ന് പറഞ്ഞത്. അത് വളരെ പഴയ TVകളിൽ മുകളിൽ ആൻറ്റന വെച്ചിട്ട് നേരിട്ട് ലോക്കൽ TV സ്റ്റേഷൻ റിസീവ് ചെയ്തിരുന്നൊരു കാലം ഉണ്ടായിട്ടല്ലോ. വീടിന് മുകളിൽ, എല്ലാ വീടുകളുടെ മുകളിലും അന്ന് യാഗി ആൻറ്റന കാണാം. മൾട്ടി എലമെൻറ്റ് യാഗി ഉണ്ടാവും. അത് നമ്മൾ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കും. ആ കേബിൾ കൊണ്ടുവന്നിട്ട്, കോയാക്സിൽ കേബിൾ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പിന്നിവിടെ കുത്തുകയും ചെയ്യും. RF പിന്നായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പോർട്ടാണ് ആ കാണുന്നത്. ഇനിയൊന്നും അതാരും ഇപ്പോൾ ഉപയോഗിക്കാൻ വഴിയില്ല, ആ കാലമൊക്കെ മാറിയില്ലേ.